അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഹോർമൂസ് അടച്ചിരിക്കുകയാണ് ഇറാൻ. ട്രംപിനേറ്റ ഏറ്റവും കനത്ത പ്രഹരം കൂടിയാണിത്. അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഹോർമൂസ് തുറക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇറാന്റെ ഉപാധികൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ അത് ഉണ്ടാകൂ. മാത്രമല്ല ഇപ്പോൾ അരാക്ചി അത് തുറക്കുമെന്ന് പറഞ്ഞിട്ട് ഇറാൻ അത് അടച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാനിൽ ഭരണ നേതൃത്വങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് വ്യാഖ്യാനിച്ച് ട്രംപ് എത്തുകയാണ്. പക്ഷേ ട്രംപ് എത്തുമ്പോഴും അമേരിക്കയുടെ സമാധാനം ദൂരെയാണ്. എന്തായാലും ട്രംപിന്റെ രീതികളും കണക്കുകൂട്ടലുകളും ആകെ തെറ്റിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്ന അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇറാൻ തന്റെ നിലപാടുകൾ വീണ്ടും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുകയാണ്. ഇറാൻ കീഴ്പ്പെട്ടു, ആണവായുധം കൈമാറി എന്നൊക്കെ ട്രംപ് പറയുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്തെത്തുന്നുണ്ട്. മാത്രമല്ല ഈ ട്രംപ് കളിച്ചിരുന്ന കളികളെല്ലാം പാടെ മാറ്റുന്ന രീതിയിലാണ് ഇറാന്റെ തന്ത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ അതാണ് ഹോർമൂസ് കടലിടുക്കിൽ നടന്നത്. എന്തായാലും ഈ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് സിവിലിയൻ കപ്പലുകൾക്കായിട്ട് തുറന്നു കൊടുത്തിരുന്നു. ആ തുറന്നു കൊടുത്തു കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ഇറാൻ വീണ്ടും അതിനെ അടയ്ക്കുകയാണ് ചെയ്തത്. ഇതാണ് ഇപ്പോൾ അമേരിക്ക ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നത്. എന്തായാലും അമേരിക്ക പറഞ്ഞ വാദങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയതിനു ശേഷം രണ്ടാമത്തെ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് വീണ്ടും ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്ക് അടച്ചു എന്നുള്ളതാണ്. എന്തായാലും നാവിക ഉപരോധം നീക്കം ചെയ്യുമെന്ന ബാധ്യത നിറവേറ്റുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചാണ് ഈ IRGC എടുത്ത തീരുമാനം എന്ന് പറയുന്നത്. ഈ കടുത്ത തീരുമാനത്തിലാകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ട്രംപ്. എന്തായാലും ഉപരോധത്തിന്റെ മറവിൽ അമേരിക്ക കടൽ കൊള്ളയും കപ്പൽ മോഷണവും തുടരുകയാണെന്നും IRIB വഴി പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇറാൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. എന്തായാലും ഇറാനിയൻ കപ്പലുകൾക്ക് പൂർണ്ണമായിട്ടുള്ള നാവിഗേഷൻ സ്വാതന്ത്ര്യം അമേരിക്ക പുനഃസ്ഥാപിക്കുന്നതുവരെ കടലിടുക്കിന്റെ നിയന്ത്രണം സായുധ സേനയുടെ കർശന മേൽനോട്ടത്തിലായിരിക്കുമെന്നും പഴയ അവസ്ഥ തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കി. കടുത്ത നിലപാടാണ് IRGC എടുത്തിരിക്കുന്നത്. മാത്രമല്ല അമേരിക്ക പറയുന്ന കാര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു സംഭവത്തിന് മുതിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ രംഗത്തെത്തുന്നത്. അതിന്റെ മറുപടിയാണ് വീണ്ടും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നത്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ബുധനാഴ്ച അവസാനിക്കാനിരിക്കെ നിലപാട് കടുപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനുമായിട്ട് കൃത്യമായിട്ടുള്ള സമാധാന കരാറിൽ എത്തിയില്ല എങ്കിൽ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയാണ്. പക്ഷെ അതിന് ചെവി കൊടുക്കാതെയാണ് ഇറാൻ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. എന്നാൽ നിലവിലെ വെടിനിർത്തൽ കാലാവധി നീട്ടാൻ സാധ്യതയില്ല എന്ന് എയർഫോഴ്സ് വണ്ണിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് സൂചിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ ഞാൻ കാലാവധി നീട്ടിയില്ലായിരിക്കാം, പക്ഷേ ഉപരോധം തുടരും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. എങ്കിലും ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന പ്രത്യാശയും പങ്കുവച്ചിട്ടുണ്ട്. ഏപ്രിൽ 18 രാവിലെ കടലിടുക്ക് തുറന്നപ്പോൾ നിരവധി എണ്ണ ടാങ്കറുകളുമായിട്ട് LPG വാഹനങ്ങളും ഇറാനിയൻ ജലാതിർത്തിയിലൂടെ കടന്നുപോയതായിട്ട് മറൈൻ ട്രാഫിക് ഡാറ്റ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അമേരിക്ക ഇസ്രായേൽ കപ്പലുകൾക്കും സൈനിക യാനങ്ങൾക്കും കർശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടെ അറേബ്യൻ കടലിൽ പെട്രോളിംഗ് നടത്തുന്ന തങ്ങളുടെ ഡിസ്ട്രോയർ കപ്പലുകൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 21 കപ്പലുകളെ വഴിതിരിച്ചു വിട്ടതായിട്ട് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വെളിപ്പെടുത്തുകയാണ്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഒരു പോര് ആഗോള എണ്ണ വിപണിയും സമുദ്ര സുരക്ഷയും വീണ്ടും ആശങ്കയിലാഴ്ത്തുകയാണ്. എന്തായാലും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ സൈനിക വിഭാഗമായിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ വീണ്ടും ഏറ്റെടുത്തിരിക്കുകയാണ്. അത് അമേരിക്കയ്ക്ക് ഏറ്റവും കടുത്ത പ്രഹരമായിരുന്നു. മാത്രമല്ല തങ്ങളുടെ അനുമതിയില്ലാത്ത കപ്പലുകൾ കടത്തി വിടില്ല എന്നും പാതയുടെ നിയന്ത്രണം IRGC ഏറ്റെടുത്തതായിട്ടും ഇറാൻ വീണ്ടും വ്യക്തമാക്കി. കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ ഗതാഗതം ഇപ്പോൾ കർശനമായിട്ടുള്ള നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. ഇറാനിലേക്കുള്ള അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് തിരിച്ചുമുള്ള കപ്പലുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നത് വരെ ഈ സ്ഥിതി തുടരുമെന്നാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത്. ഇറാനുമായുള്ള ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ 100% പൂർണ്ണമായിട്ടും ഒരു ഉടമ്പടി ഉണ്ടാകുന്നത് വരെ ഇറാന്റെ കപ്പലുകൾക്ക് മേലുള്ള ഉപരോധം തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ഇനി ഒരിക്കലും ഈ കടലിടുക്ക് അടക്കില്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ഈ അവകാശങ്ങളൊക്കെ മാറ്റി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ഹോർമൂസ് വീണ്ടും ഇറാൻ അടച്ചത്. എന്തായാലും IRGC അനുമതി നൽകുന്ന വാണിജ്യ കപ്പലുകൾക്ക് മാത്രമേ ഇനി ഈ
ഒരു വഴി കടന്നു പോകാൻ സാധിക്കുമെന്നും ഈ കപ്പലുകൾ നിശ്ചിത ടോൾ നൽകണമെന്നും ഇറാന്റെ പാർലമെന്ററി നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ മേധാവി ഇബ്രാഹിം അസീസി വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണിത്. ഫെബ്രുവരി 28 മുതൽ ഏകദേശം 47 ദിവസത്തോളം ഈ പാത തടസ്സപ്പെട്ടത് ആഗോള എണ്ണ വില കുത്തനെ ഉയരാൻ കാരണമായിരുന്നു. എന്തായാലും ഉപരോധം തുടരുകയാണെങ്കിൽ കടലിടുക്ക് തുറക്കില്ല എന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പശ്ചിമേഷ്യ വിറപ്പിക്കുന്നത്. കാരണം യുദ്ധം അതിന്റെ പുതിയ ഘട്ടങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ലോകമാകെ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ പാത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 20% വാതകം അല്ലെങ്കിൽ ഓയിലും കടന്നു വരുന്ന ഒരു പാതയാണ്. അതുകൊണ്ട് തന്നെ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ലോകം പ്രതിസന്ധിയിലാകും. മാത്രമല്ല അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയുമാകും. എന്തായാലും പശ്ചിമേഷ്യ നിന്ന് വിറയ്ക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്കയും വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ എങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറ പൂജ്യമാകും എന്നതിൽ സംശയമില്ല. എന്തായാലും ഇതെല്ലാം നടക്കുമ്പോൾ സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തിങ്കളാഴ്ച ഇസ്ലാമാബാദിൽ ഇറാൻ അമേരിക്ക പ്രതിനിധികൾ തമ്മിൽ ചർച്ചകൾ നടന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. എന്തായാലും ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് വിഷയത്തിൽ കൂടുതൽ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല എന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇറാൻ സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ പ്രതിഫലനമാണ്. ജലപാതയിലൂടെയുള്ള ഓരോ കപ്പലിന്റെയും സഞ്ചാരം ഇറാന്റെ അനുമതിയോടെ മാത്രമേ സാധ്യമാകൂ എന്ന വാദം കടൽ നിയമങ്ങളെ കുറിച്ചുള്ള പുതിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ടിട്ടുണ്ട്. എന്തായാലും അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദത്തിന് സൈനികവും തന്ത്രപരവുമായിട്ടുള്ള കരുത്തിലൂടെ മറുപടി നൽകാനാണ് ഇറാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഇറാൻ പെട്ടെന്ന് പിൻവാങ്ങിയത് ആഗോള എണ്ണ വിപണിയെ നയതന്ത്ര മേഖലയെ ഒരേപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ശനിയാഴ്ച പുറപ്പെടുവിപ്പിച്ച പുതിയ ഉത്തരവ് പ്രകാരം നയതന്ത്രപരമായിട്ടുള്ള അതായത് ഈ ഒരു ജലപാതയിൽ ഇറാൻ വീണ്ടും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അമേരിക്കയെ ഭീതിപ്പെടുത്തുകയാണ്. ഇറാന്റെ തുറമുഖങ്ങൾക്കെതിരായിട്ടുള്ള ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക തയ്യാറാകാത്തതാണ് ഈ പെട്ടെന്നുള്ള നിലപാടിന് മാറ്റം സംഭവിക്കാൻ കാരണം. പ്രധാന കാരണം അത് തന്നെയാണ്. സായുധ സേനയുടെ കർശനമായിട്ടുള്ള മേൽനോട്ടത്തിൽ കടലിടുക്കിന്റെ നിയന്ത്രണം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിയെന്ന് ഇറാന്റെ സംയുക്ത സൈനിക കമാൻഡ് അതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക തങ്ങളുടെ ഉപരോധ നയത്തിൽ മാറ്റം വരുത്താത്ത പക്ഷം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സമുദ്രപാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് തുടരുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം തങ്ങളുടെ സാമ്പത്തിക മേഖല നേരിടുന്ന തടസ്സങ്ങൾക്ക് പകരമായിട്ട് ഹോർമുസ് കടലിടുക്കിനെ ഒരു തന്ത്രപ്രധാന ആയുധമാക്കി ഉപയോഗിക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യത്തിലേക്കാണ് ഇറാൻ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ഈ മേഖലയിലെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനോ ആഗോളതലത്തിൽ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാകാനും ഇത് കാരണമായേക്കാം. സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയും സൈനിക നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയും ചെയ്തതോടെ വരാനിരിക്കുന്ന ആഴ്ചകൾ ലോകരാഷ്ട്രത്തിൽ നിർണായകമാകും. അമേരിക്ക തങ്ങളുടെ ഉപരോധ നയത്തിൽ മാറ്റം വരുത്തുമോ അതോ ഇറാൻ ഹോർമുസിലെ പിടിമുറുക്കുമോ എന്നത് ആശ്രയിച്ചിരിക്കും ആഗോള സമാധാനം എന്ന് പറയുന്നത്. തോക്കുകൾക്കും മിസൈലുകൾക്കും അപ്പുറം ഉപരോധങ്ങളും ജലപാത നിയന്ത്രണങ്ങളും ആയുധമാക്കുന്ന ഈ ഒരു പുതിയ കാലത്തെ യുദ്ധമുറയിൽ ലോകം ഒരു വൻ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്ക വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ്. എന്തായാലും ഇറാൻ ഈ ഒരു കടുത്ത നിലപാടുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ലോകം മൊത്തത്തിൽ ആശങ്കയിലാവുകയാണ്. കാരണം ഈ ഉപരോധം എന്ന് പറയുന്ന കാര്യം അത്ര ചെറുതല്ല. ഈ കടലിടുക്ക് വഴി ഒരുപാട് രാജ്യങ്ങൾക്കുള്ള കാര്യങ്ങളുണ്ട്. അത്തരം ചരക്ക് കപ്പലുകൾ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവന് വരെ ഭീഷണിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മരുന്ന്, ഭക്ഷണം, അതുപോലെ തന്നെ അവരുടെ സമ്പത്ത്, ഈ വാണിജ്യം, LPG, അതുപോലെ തന്നെ ഈ വാതകങ്ങൾ മാത്രമല്ല ക്രൂഡ് ഓയിലും ഉണ്ട്. ഒരു ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത് ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ്. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല ഇത് സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ തന്നെ ഇളകാൻ സാധ്യതയുണ്ട്. ഈ അമേരിക്ക ഇപ്പോൾ കടുത്ത നിലപാടെടുത്ത് അമേരിക്കയുടെ ഒരു നയതന്ത്രത്തിലൂടെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ ഈ പറയുന്ന ഇറാന്റെ ഉപാധികൾക്ക് യാതൊരു തരത്തിലുള്ള മറുപടിയും അമേരിക്ക കൊടുക്കുന്നില്ല. പകരം പൊള്ളയായിട്ടുള്ള പ്രസ്താവനകളാണ് ഇറക്കുന്നത്. ഒരു കള്ളത്തരത്തിലൂടെ മുന്നേറുക എന്ന തന്ത്രമാണ് അമേരിക്ക ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനെല്ലാം പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇറാൻ രംഗത്തെത്തുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ തന്നെ വീണ്ടും ഇറാൻ ഈ ഹോർമുസ് അടച്ചിട്ടിരിക്കുന്നത്. എന്തായാലും ഈ യുദ്ധം അവസാനിക്കാനിരിക്കെ വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ഇറാൻ ഈ ഒരു ഹോർമുസ് തുറക്കും, ലോകരാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല എന്ന് കരുതിയെങ്കിൽ അത് തെറ്റി. കാരണം അമേരിക്ക ഇതുവരെ ഇറാൻ പറയുന്ന ഉപാധികളോട് ഒരു നയം
കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഉപാധികൾ അംഗീകരിക്കാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇനി ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്ക ഏതെങ്കിലും തരത്തിൽ യുദ്ധം ഇനി തുടങ്ങുമോ എന്നതും കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് ഒരുപക്ഷെ അതിൽ നിന്ന് പിന്മാറിയാലും ഏതെങ്കിലും തരത്തിൽ ഉപരോധം തുടങ്ങുകയാണെങ്കിൽ അത് അടച്ചിടും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇറാൻ പോകുന്നത്. എന്തായാലും ഇറാന്റെ ഉപാധികൾ ശരിവയ്ക്കാതെ ആ ഹോർമുസ് തുറക്കില്ല എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഈ ചരക്ക് കപ്പലുകൾ വന്നില്ല എന്നുണ്ടെങ്കിൽ പശ്ചിമേഷ്യ വലിയ രീതിയിലുള്ള ദുരന്തം അനുഭവിക്കേണ്ടി വരും, നമ്മളും അത് അനുഭവിക്കേണ്ടി വരും. അപ്പൊ അത്തരം രീതിയിലേക്ക് രാജ്യങ്ങളെല്ലാം നീങ്ങുമെന്നതിൽ സംശയമില്ല. പക്ഷെ അമേരിക്ക ഏതെങ്കിലും തരത്തിൽ അത് ഒരു സമ്മതിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ഇറാന്റെ വലിയ വിജയമായിരിക്കും. എന്തായാലും ഇത്രത്തോളം ഇറാൻ തങ്ങളുടെ രക്തസാക്ഷികൾക്കും മണ്ണിനും വേണ്ടിയിട്ട് ഈ ഒരു കടലിടുക്ക് വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഇറാന്റെ നിലപാട് എന്ന് പറയുന്നത് അതികഠിനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ നിൽക്കുന്നത്. അപ്പൊ ഇത്തരം എന്ത് കാര്യം തന്നെ വന്നാലും ഈ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറാതെ എന്തിനും തയ്യാറ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് ഈ പറയുന്ന അമേരിക്ക ഇതിനെ അംഗീകരിക്കുക എന്നുള്ള കാര്യമായിരിക്കും. എന്തായാലും അംഗീകരിക്കുകയാണെങ്കിൽ അത് ഇറാന്റെ ചരിത്ര വിജയമായിട്ട് മാറുകയും ചെയ്യും.